നമസ്കാരം. ശബരിമല ദർശനത്തിനിടെ പമ്പയിൽ വെച്ച് തലയിടിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റതിന് പിന്നാലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച AR അനീഷിന്റെ 9 അവയവങ്ങൾ ദാനം ചെയ്തു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ AR അനീഷിന്റെ കുടുംബാംഗങ്ങളാണ് അവയവദാനം ചെയ്യുവാൻ മുൻകൈയെടുത്തത്. അനീഷിന്റെ ഹൃദയം, ശ്വാസകോശം, 2 വൃക്ക, പാൻക്രിയാസ്, കരൾ, കൈ, 2 നേത്രപടലം എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്തത്. 1 വൃക്കയും ഹൃദയവും ശ്വാസകോശവും 2 നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും 1 വൃക്കയും പാൻക്രിയാസും കൈയും കൊച്ചി അമൃത ആശുപത്രിയിലേക്കും കരൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത്. സോട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടികൾ നടന്നത്. അനീഷിന്റെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളോട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി പറയുകയും ചെയ്തു. ഒക്ടോബർ 17 ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുമ്പോഴാണ് അനീഷ് അപകടത്തിൽപ്പെടുന്നത്. ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. 22-ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു. അനീഷിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. അനീഷിന്റെ വിയോഗത്തിന്റെ വേദനയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധത കാണിച്ച കുടുംബാംഗങ്ങൾ മാനവികതയുടെ വലിയൊരു മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അനീഷിന് ആദരാഞ്ജലികൾ. കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നാടിന്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അവയവം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയുടെ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ചരിത്രം കുറിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിങ്ങനെ 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന സർക്കാർ ആശുപത്രിയാവുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. സർക്കാർ ആശുപത്രിയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്നതും ആദ്യമായാണ്. 11ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൂടിയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പൂഴനാട് കാവിൻപുറത്ത് വീട്ടിൽ AR അനീഷിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. തീവ്ര ദുഃഖത്തിലും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 17 ശബരിമലയിൽ ദർശനം കഴിഞ്ഞ അനീഷ് തിരിച്ചു വരുമ്പോൾ രാത്രി 8:30 പമ്പയിൽ വെച്ച് തലയിടിച്ചു വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിക്കുകയായിരുന്നു. ഒക്ടോബർ 22-ന് അനീഷിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു. അതേസമയം അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്ര നേട്ടം കൈവരിക്കുകയാണ് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിങ്ങനെ 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന സർക്കാർ ആശുപത്രിയാകാനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരുങ്ങുന്നത്. സർക്കാർ ആശുപത്രിയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്നതും ഇത് ആദ്യമായാണ്. ഇതോടെ 11ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. അവയവ കൈമാറ്റത്തിനുള്ള സർക്കാർ മേൽനോട്ടത്തിലുള്ള സംവിധാനമായ സോട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടിക്രമങ്ങൾ നടന്നത്. അനീഷിന്റെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളോട് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും നന്ദി പറയുകയും ചെയ്തു. അകാലത്തിൽ മരണപ്പെട്ട അനീഷിന് ആദരാഞ്ജലികൾ നേരുന്നു.